The Gateway, a journey through the doctrines of faith. മാന്യ പ്രേക്ഷകർക്ക് ഗേറ്റ്വേയിലേക്ക് സ്വാഗതം. The Gateway. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സഭ വിശ്വസിക്കുന്ന കാര്യങ്ങളും ആ വിശ്വാസം സഭ എങ്ങനെയാണ് ആരാധനാക്രമത്തിലൂടെ കുദാശകളിലൂടെ ആഘോഷിക്കുന്നത് എന്നുള്ള ചർച്ചയിലായിരുന്നു നമ്മൾ. ഈ ചർച്ചയിൽ സഭയുടെ പ്രാരംഭ കുദാശകളായ മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഈ കുദാശകളെ പറ്റിയും അതിൻ്റെ സമകാലീനമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ കുദാശകളുടെ സുഖപ്പെടുത്തലിൻ്റെ കുദാശകൾ എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ചർച്ച ദീർഘിപ്പിക്കുകയാണ്. കുംഭസാരം അഥവാ അനുരഞ്ജന കുദാശ, രോഗിലേപനം, ഈ രണ്ട് കുദാശകളാണ് സുഖപ്പെടുത്തലിൻ്റെ കുദാശകളായിട്ട് വരിക. പ്രാരംഭ കുദാശയിലൂടെ ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവൻ സംരക്ഷിക്കപ്പെടുക ലൗകികമായ ഈ ലോകത്ത് രോഗങ്ങളുടെയും സഹനങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ ഈ ലോകത്ത് അത് അഭംഗുരം സംരക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷയുടെയും സുഖപ്പെടുത്തലിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ സഭയുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. അവിടെയാണ് അനുരഞ്ജന കുദാശയുടെ പ്രസക്തിയിരിക്കുക. ഇന്ന് നാം ഈ അനുരഞ്ജന കുദാശയെപ്പറ്റി വളരെ കാര്യമായി പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഗേറ്റ്വേയിലേക്ക് സ്വാഗതം. സഭയിൽ അനുരഞ്ജന കുദാശ മറ്റ് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ടായിരുന്നു. ഏറ്റുപറച്ചിലിൻ്റെ കുദാശ, കുംഭസാരമെന്നൊക്കെ, ക്ഷമിക്കലിൻ്റെ കുദാശ എന്നൊക്കെ. ഇന്ന് അനുരഞ്ജന കുദാശ എന്ന പേരിലാണ് സഭയിൽ അറിയപ്പെടുന്നത്. ഈ അനുരഞ്ജന കുദാശയുടെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? എല്ലാ കുദാശകളും കർത്താവിൻ്റെ പ്രബോധനത്തിൽ അധിഷ്ഠിതമായി യേശുക്രിസ്തു സ്ഥാപിച്ചതാണ്. അതിനു മുമ്പ് പഴയ നിയമകാലത്തും ഈ കുദാശകളെ പറ്റിയുള്ള ചില അനുസ്മരണകൾ, പ്രബോധനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവവും ദൈവജനവും തമ്മിലുള്ള ഒരു ഉടമ്പടിയിലാണ് പഴയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം നിലനിൽക്കുന്നത്. ദൈവം തന്നെ സ്നേഹിച്ച ജനപദങ്ങൾക്ക് പ്രത്യേകമായ അനുഗ്രഹവും നന്മയും വാഗ്ദാനം ചെയ്ത് അവരുമായി സ്നേഹപൂർവമായ ഒരു ഉടമ്പടി നടത്തിയതായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ആ ഉടമ്പടി നന്നായിട്ട് പാലിക്കാനും അതിൽ അവർ വികസിക്കാനും അവരെ നന്മകൾ കൂടുതൽ അനുഭവിക്കുവാനും വേണ്ടി ദൈവം മോശ വഴിയായി 10 കൽപ്പനകൾ കൊടുത്തതായിട്ടും നാം പഠിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ അവസരത്തിൽ ഈ ഉടമ്പടി അല്ലെങ്കിൽ ദൈവം കൊടുത്തതായ പ്രത്യേക നന്മകളിലേക്ക് നയിക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കിടാതെയോ അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാതെയൊക്കെ വരികയും വീണ്ടും പ്രവാചകന്മാരിയായി പിതാക്കന്മാർ വഴിയായി അതുപോലെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ വഴിയായി അവരെ വീണ്ടും ഉടമ്പടി അനുസ്മരിപ്പിക്കുകയും അതിൻ്റെ നന്മയിലേക്ക് വരികയും ചെയ്യാനായിട്ട് ദൈവം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന അനേകം സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അനുരഞ്ജന കൂദാശയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ തകർച്ചയാണ് വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പാപം എന്ന് പറയുന്നു. അതിനെ ഹമർത്യ എന്നും പറയാറുണ്ട്. അപ്പോൾ ദൈവ മനുഷ്യ ബന്ധം ഒരു സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചതാണ്. ആ സ്നേഹബന്ധം ദുർബലമായപ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെയായപ്പോൾ അവിടെ ആ സ്നേഹത്തിൻ്റെ അരൂപി കൂട്ടായ്മ ഇല്ലാതെയാകുകയും പാപത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധ തകർച്ചയുടെ അനുഭവം ഉണ്ടാകുകയും ചെയ്തു.
അതിനെ പുനഃപ്രതിഷ്ഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അനുരഞ്ജനം എന്ന് പറയുന്നത്. അത് ദൈവ മനുഷ്യ ബന്ധം പോലെ, ദൈവവും മനുഷ്യനും ഉള്ള ബന്ധം പോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും, മനുഷ്യനും ഈ സമൂഹവും തമ്മിലുള്ള ബന്ധവും, മനുഷ്യനും തമ്മിലുള്ള ബന്ധവും എല്ലാം അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അനുരഞ്ജന കൂദാശയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അതിമനോഹരമായ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ, നല്ല ഒരു സ്നേഹ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ നമ്മൾ കാണണം. അപ്പോൾ ദൈവബന്ധത്തിൽ നിന്ന് മാറിയ മനുഷ്യർ ദൈവ ബന്ധത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും വരിക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ടാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്നുള്ള ആഹ്വാനം നൽകുവാനായിട്ട് ഇടയായത്. അപ്പോൾ മനസ്സിന് അന്തരം മാറ്റുന്ന, മനസ്സിനെ സൗഖ്യപ്പെടുത്തുന്ന, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന, സന്തോഷവും സൗഖ്യമൊക്കെ നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ദൈവ അനുഭവമായിട്ട്, കൃപ അനുഭവമായിട്ടാണ് ഈ അനുരഞ്ജന കൂദാശയെ വേദപുസ്തകത്തിൽ ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതിന് മറ്റനേകം മാനങ്ങൾ, ഡയമെൻഷൻസ് ഉണ്ട്. അത് നമ്മൾ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. എങ്കിലും ഈ പാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുരഞ്ജന കൂദാശ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെയും മനുഷ്യ ബന്ധത്തിൻ്റെയും മനുഷ്യ സമൂഹ ബന്ധത്തിൻ്റെയും മനുഷ്യ ലോകബന്ധത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് സഭ ആരംഭിച്ചിരിക്കുന്നത്. ഈ കുദാശകൾ എല്ലാം സ്ഥാപിച്ചത് യേശുവാണല്ലോ. ഈ അനുരഞ്ജന കുദാശയുടെ സ്ഥാപനം എപ്പോഴാണ് നടന്നത്? വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ അനുരഞ്ജന കൂദാശയെപ്പറ്റി അല്ലെങ്കിൽ പാപമോചന കൂദാശയെപ്പറ്റി പറയുന്നുണ്ട്. പത്രോസിന് അധികാരം കൊടുത്ത അവസരത്തിൽ, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിൻഗാമിയായി പത്രോസ്ലീഹായെ യേശു നിയോഗിക്കുന്നതും അവന് കൊടുക്കുന്ന കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം പാപമോചനത്തിനായിട്ടുള്ള കൂദാശ അടിസ്ഥാനമായി നിൽക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് നൽകുന്നതായിട്ടുള്ള വലിയ സന്ദേശം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവ മോചിക്കപ്പെടും, ആരുടെയെങ്കിലും പാപങ്ങൾ ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെടും എന്ന് കൊടുക്കുന്ന സന്ദേശവും 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായ അടിസ്ഥാനമുള്ള ഒരു കൂദാശയാണ് പാപമോചന കൂദാശ അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ. അല്ലെങ്കിൽ അതേപ്പറ്റി പറയുമ്പോൾ ഈ യേശു ഈ അധികാരം ഏൽപ്പിക്കുന്നത് പത്രോസിനെ വ്യക്തിപരമായിട്ടാണ്. ശ്ലീഹന്മാരെ ഈ വ്യക്തിപരമായി ഏൽപ്പിക്കപ്പെട്ട അധികാരം എങ്ങനെ സഭയിലേക്ക് കൈമാറി വന്നു? അങ്ങനെ അതിന് സാധ്യതയുണ്ടോ? ആ സാധ്യത എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? അതായത് സഭയുടെ ഉത്ഭവത്തെ പറ്റി പറഞ്ഞു വന്ന വരികിൽ അത് വ്യക്തമാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. കർത്താവ് തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രക്ഷാകര കർമ്മം ഈ ലോകത്തെ തുടരുവാൻ 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. ആ 12 ശ്ലീഹന്മാർക്കും ഇതിൻ്റെ വലിയ ഉത്തരവാദിത്വം യേശു നൽകിയിട്ടുണ്ട്. എന്നാൽ അവരുടെ തലവനായി യേശുവിൻ്റെ പ്രത്യേക ശുശ്രൂഷ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നടത്തുവാൻ നിയോഗിക്കപ്പെട്ടത് പത്രോസ് ആകുന്നുവെന്ന് വേദപുസ്തകത്തിൽ യേശുവിൻ്റെ പ്രബോധനം വഴിയ ഉത്ഥാനം ചെയ്ത യേശു പത്രോസിനെ വിളിച്ച് എൻ്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ പത്രോസിന് വ്യക്തിപരമായിട്ട് കൊടുത്ത ഒരു അനുഭവമല്ല, പത്രോസ് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവം സ്ഥാപിച്ച സഭയ്ക്ക് കൊടുത്ത പൊതുവായ ഉത്തരവാദിത്വം കൈയാളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പത്രോസിൻ്റെ ആ കൂട്ടായ്മയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശ്ലീഹന്മാർ നടത്തുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾക്കും ദൈവികമായിട്ടുള്ള അടിസ്ഥാനം അല്ലെങ്കിൽ വേദപുസ്തകപരമായിട്ടുള്ള അടിസ്ഥാനമുണ്ട്. ഇപ്പോഴും സഭയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പത്രോസിൻ്റെ പിൻഗാമിയായ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹത്തിൻ്റെ വലിയ കൂട്ടായ്മയിലെ കർദിനാളന്മാർ, ആർച്ച് ബിഷപ്സ്, ബിഷപ്സ്, അതുപോലെ വൈദികരെ, സന്യസ്തരെ, ദൈവജനം, ഇതൊരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ കുടുംബത്തിലെ തലവൻ കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മാർപ്പാപ്പ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മാർപ്പാപ്പായുടെ അധികാരത്തിന് കീഴിൽ അദ്ദേഹം നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൈവപ്പ് വഴിയായിട്ട് ഈ ശുശ്രൂഷയുടെ പൗരോഹിത്യം ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അതിനെ വ്യക്തിപരമായിട്ട് വ്യാഖ്യാനിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. വ്യക്തിപരമായിട്ടുള്ള കൊടുത്ത സഭയ്ക്കാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയിൽ കർത്താവ് ശിരസും വിശ്വാസികളെല്ലാവരും, സഭയിലുള്ള എല്ലാവരും യേശുവിൻ്റെ സഭയിലെ അംഗങ്ങളും എന്നുള്ള അർത്ഥത്തിലാണ് പത്രോസിന് അധികാരം കൊടുത്തത്. അതായത് വ്യക്തിപരമായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് തോന്നുമെന്ന് വരികിലും അതല്ല അതിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശം. ഈ അധികാരം ഉപയോഗിച്ചാണ് സഭ ഇന്ന് പാപം മോചിപ്പിക്കുന്നത്. അപ്പം മറിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, സഭയ്ക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതിന് മറുപടിയും പിതാവിൻ്റെ ഈ ഉത്തരത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇതോടൊപ്പം തന്നെ പോകുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കാണുന്ന അനുരഞ്ജന കുദാശയുടെ ഒരു
ഘടനയുണ്ടല്ലോ, ഇത് ആദ്യകാല സഭയിൽ ഇങ്ങനെ ഇല്ലായിരുന്നു എന്ന് വായിച്ചറിയാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അനുരഞ്ജന കുദാശയുടെ ഈ ഘടന ഇത് രൂപപ്പെട്ടു വന്ന ചരിത്രം ഒന്ന് വിശദീകരിക്കാമോ? സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പെന്തിക്കോസ്ത് തിരുനാളിലാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആദിമ ക്രൈസ്തവരെ അനുഷ്ഠിച്ച പ്രധാനപ്പെട്ട 4 ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് അനുരഞ്ജന കുദാശയും കുമ്പസാരം എന്നുള്ള കുദാശയും കടന്നു വരുന്നത്. അപ്പോൾ ആദിമസഭയുടെയും ഇപ്പോഴത്തെ സഭയുടെയും അടിസ്ഥാനമായി നിൽക്കുന്ന 4 വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട തൂണുകൾ, അത് അപ്പോസ്തലന്മാരുടെ പ്രബോധനം, അപ്പമുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം വേദപുസ്തകം വായിച്ച് കർത്താവിൻ്റെ വചനം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രധാനമായി അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കൂദാശ എന്ന് പറയുന്നത് അപ്പമുറിക്കൽ ശുശ്രൂഷയാണ്. അപ്പമുറിക്കൽ ശുശ്രൂഷ യോഗ്യതാപൂർവം സ്വീകരിക്കണം, അതിന് പാപരഹിതമായ കൃപാവരം നിറഞ്ഞ ഓരോ വ്യക്തികളായിട്ട് തീരണം എന്നുള്ള അതിമനോഹരമായ ചിന്ത ആദിമകാലം തൊട്ട് തന്നെ സഭയിൽ ഉണ്ടായിരുന്നു. ആദിമകാലത്ത് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത് തന്നെ വിശുദ്ധരെന്നാണ്. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവർ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും യേശു ക്രിസ്തുവിൻ്റെ കരുണയിലും വിശ്വസിച്ച് നീങ്ങുന്ന വിശുദ്ധ ജനം, സ്വർഗത്തിലേക്കുള്ള യാത്രയായ വിശുദ്ധ ജനം എന്നുള്ളതാണ്. എന്നാൽ കാലാന്തരത്തിൽ മനുഷ്യൻ്റെ ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടായപ്പോൾ ഈ കുറവുകൾ മോചിക്കുന്ന അല്ലെങ്കിൽ പരിഹരിക്കുന്ന ഒരു സംവിധാനം സഭയിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിന് വേദപുസ്തക അടിസ്ഥാനം ഉണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മുമ്പായിട്ട് അവർ പാപങ്ങൾ പൊതുവായിട്ട് ഏറ്റുപറയുകയും അത് പാപങ്ങൾ മോചിച്ചതായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥനയിലെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ അപ്പമുറിക്കൽ ശുശ്രൂഷ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുകയും ചെയ്ത് അവർ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഇരുന്ന ഒരു വലിയ സമൂഹം. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഈ കുദാശ അനുഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ അനുരഞ്ജന കുദാശയെന്നോ അല്ലെങ്കിൽ കുമ്പസാരമെന്നോ ഒന്നും അന്ന് പറഞ്ഞിരുന്നില്ല. വിശുദ്ധ കുർബാന യോഗ്യമായി സ്വീകരിക്കാൻ തക്കവണ്ണം യേശുവിനോടുള്ള ബന്ധം, സ്നേഹം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അവരുടെ കുറവുകൾ അവരേറ്റു പറഞ്ഞിട്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച ചരിത്രമുണ്ട്. അതുപോലെ അപ്പോസ്തലന്മാരുടെ പ്രബോധനം എന്ന് പറയുന്ന ഡിഡാക്കെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും, അത് AD 100 രചിക്കപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതിനകത്തും വിശുദ്ധ കുർബാന യോഗ്യതാപൂർവം സ്വീകരിക്കുവാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞ് അവർ യോഗ്യത നേടണമെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിമ സഭയുടെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം, അതിൻ്റെ സ്വീകരണം വിശുദ്ധിയോടുകൂടി ചെയ്യുവാൻ പാപപരിഹാരത്തിൻ്റെ ഒരു അനുഭവം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നാണോ പിന്നീട് ഇപ്പോൾ നമ്മുടെ സഭയിൽ ഉള്ളതുപോലെയുള്ള ഒരു കുമ്പസാരത്തിൻ്റെ ഒരു രീതി രൂപപ്പെട്ടു വന്നത്? അതെ, 1, 2, 3 നൂറ്റാണ്ടുകളെ കഴിഞ്ഞ അവസരത്തിൽ സഭ അതിശക്തമായിട്ട് വളരുവാനായിട്ടിടയായി. ചെറിയ സമൂഹമായിരുന്ന അവസരത്തിൽ അവർക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച് പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സന്തോഷത്തോടെ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന സമൂഹമായിരുന്നു. പിന്നീട് സഭയ്ക്കെതിരെ അനേകം മതമർദ്ദനങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളൊക്കെ ഉണ്ടായ അവസരത്തിൽ സഭ പല ഭാഗത്തേക്ക് മാറ്റപ്പെടുകയും അനേകം വിശ്വാസികൾ സഭയിൽ വന്നു ചേരുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് അതിമനോഹരമായിട്ട് ഈ കുദാശകൾ ക്രമീകരണം നടത്താൻ ചില നിർദ്ദേശങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വന്ന അവസരത്തിലാണ് കുമ്പസാരം എന്നുള്ള കുദാശയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്താപപ്പെട്ട് ചെറിയ പരിഹാരങ്ങളൊക്കെ പ്രാർത്ഥനകൾ നടത്തി ചെയ്യണം എന്നുള്ളതും 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് അതിന് ക്രമീകൃതമായിട്ടുള്ള ഒരു ഘടന ഉണ്ടാക്കുകയും ചെയ്തു. ആ ഘടനയിൽ നിന്നാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ ഉരുത്തിരിവാനായിട്ടിടയായത്. ആദ്യകാലങ്ങളിൽ ഇത് ഈ കുമ്പസാരം പരസ്യമായിട്ട് അനുരഞ്ജന കുദാശയുടെ ഭാഗങ്ങൾ പരസ്യമായിട്ടായിരുന്നു. പിന്നീടാണ് അതൊരു വ്യക്തിപരമായ രഹസ്യ രീതിയിലേക്ക് വന്നത്. അപ്പോൾ അതൊരു മാറ്റത്തിന് എന്താ കാരണമായിട്ട് വന്നത്? അതായത് ഈ പാപത്തിന് 2 പ്രധാനപ്പെട്ട മാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവ മനുഷ്യ ബന്ധം, അതുപോലെ മനുഷ്യബന്ധം. മനുഷ്യബന്ധം എന്ന് പറയുമ്പോൾ സമൂഹമായിട്ടുള്ള ബന്ധമാണ്. വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥനയും കുർബാനയും അതോടൊപ്പം തന്നെ കൂട്ടായ്മയും സ്നേഹത്തിലുള്ള പങ്കുവയ്ക്കലൊക്കെ വ്യക്തമായിട്ട് ആവശ്യമാണ്. എന്നാൽ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില ഗൗരവമുള്ള പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഏറ്റുപറയുന്ന വ്യക്തി അത് അനുതാപത്തോടെയും ശുദ്ധമായ ഹൃദയത്തോടെയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാലും അതിന് സാമൂഹികമായ ചില പ്രത്യാഘാതങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരാൾ
ഒരു മോഷ്ടാവാണ് എന്ന് പൊതുവായിട്ട് പറയുമ്പോൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ പിന്നീട് നിലനിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെ പറയുന്ന സംവിധാനങ്ങൾ, പരസ്യമായി പറയുന്ന സംവിധാനങ്ങൾ ക്രമേണ ഉള്ളതുകൊണ്ട് കുമ്പസാരത്തിന് അനേകം ആൾക്കാർ വരാതിരിക്കുകയും ചെയ്തപ്പോൾ സഭ അതിൻ്റെ കാര്യകാരണ സഹിതമായിട്ട് പഠിക്കുകയും പാവങ്ങൾ പൊതുവായിട്ട് പറയുവാൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ അത് രഹസ്യമായിട്ട് പറഞ്ഞ് പാപമോചനം നേടാനായിട്ടുള്ള ക്രമീകരണം സഭയിൽ ചെയ്യുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഈ പാവങ്ങളൊക്കെ രഹസ്യമായിട്ട് അറിയിച്ചിരുന്നത് മെത്രാന്മാരെയാണ്. അവരാണ് പാപമോചനം കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പാപം മോചിച്ച് അവർ സഭയുടെ കവദാശ അനുഭവത്തിലേക്ക് വരികയായിരുന്നു. കാലാന്തരത്തിൽ സഭയിൽ അനേകായിരം ആൾക്കാർ കടന്നുകൂടുകയും ഈ മെത്രാന്മാർ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ശ്ലീഹന്മാർ സ്വീകരിച്ചിരുന്ന ഈ വലിയ കവദാശ അനുഭവം പുരോഹിതർക്ക് കൊടുക്കുകയും അതനുഷ്ഠിക്കേണ്ട ക്രമങ്ങൾ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിലൂടെ ക്രമേണ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഘടനയും രീതിയുമാണ് കുമ്പസാരത്തിനുള്ളത്. അതിൻ്റെ പല തലങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കുമ്പസാരത്തിൻ്റെ വിവിധ ഘടകങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരുക്കത്തിൻ്റെ ഇതിൻ്റെ ഒരു അനുഷ്ഠാന ക്രമത്തിൻ്റെ തലങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു കുമ്പസാര പ്രക്രിയയിൽ ഈ ഒരുക്കത്തിൻ്റെ എന്ത് ഘടകമാണുള്ളത്? കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങണമെന്ന് നമ്മുടെ മതബോധന ക്ലാസ്സുകളിലും അതുപോലെ പ്രബോധന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശ്വാസികളെ പഠിപ്പിക്കാറുണ്ട്. കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുന്നത് പ്രധാനമായിട്ടും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ്. വിശ്വാസികൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അനുജന കുദാശയിൽ ഇപ്പോൾ പറയുന്ന പോലെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദേവാലയത്തിൽ വന്ന് അവർ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന പോരായ്മകൾ, കുറവുകൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ ആ സഹോദരനും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള വിശ്വാസികളുമായിട്ട് ബന്ധത്തിലോ രക്ഷാകര ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ അത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയാണ്. അത് നമ്മുടെ വിശ്വാസമനുസരിച്ച് പ്രബോധനം ആത്മശോധന നടത്തുക എന്നുള്ളതാണ്. അവരുടെ കുറവുകളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം തിരികെയും അതവരെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെ ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, പലപ്പോഴും അങ്ങനെ സംഭവിച്ചു പോയതാകാം, അത് അവരെ മനസ്താപൂർവ്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ ഒരു വലിയ കുറവിൽ നിന്ന്, പോരായ്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ അനുരഞ്ജന കൂദാശയ്ക്ക് പാപങ്ങൾ ഏറ്റുപറയുക എന്നതിനേക്കാളൊക്കെ വരെയായി രക്ഷയുടെ അനുഭവത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കൂദാശയാണത്. പാപം ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാനസികമായ സംഘർഷവും പ്രയാസവും എന്ന് പറയുന്നത് പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് മാറി തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു, സഹോദരനിൽ നിന്ന് മാറി തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു, സമൂഹത്തിൽ നിന്ന് മാറി തന്നിലേക്ക് തന്നെ. വെളിച്ചത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇരുട്ടറയിൽ താമസിക്കുന്ന പോലെയുള്ള അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മോചനമാണ്. അപ്പോൾ അതിന് ദൈവകൃപ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വന്ന് അവരെ പ്രാർത്ഥിച്ച് വചനം കേട്ട് അല്ലെങ്കിൽ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ കുറവുകൾ കണ്ടെത്തുകയും ദൈവത്തോട് ബന്ധപ്പെടാൻ, സഹോദരനോട് ബന്ധപ്പെടാൻ, സമൂഹത്തോട് ബന്ധപ്പെടാനായിട്ട് അവർ വെളിച്ചത്തിലേക്ക് വരാനായിട്ടുള്ള ആ ശുശ്രൂഷ നടന്നു. അപ്പോൾ ഇത് ആത്മചോദനയുടെയും അതോടൊപ്പം തന്നെ മനസ്താപം നമുക്കറിയാം, വീണ്ടും ദൈവബന്ധം, മനുഷ്യബന്ധം പുനഃപ്രസിക്കാനായിട്ടുള്ള ഒരവസരമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുദാശ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ഇത് ഏറ്റുപറയുകയും പുരോഹിതന് അത് കേട്ടതിന് ശേഷം അദ്ദേഹം അവർക്ക് ചില പരിഹാര കാര്യങ്ങൾ കൊടുക്കുകയും വീണ്ടും ദൈവകൃപയിൽ വന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്തു. പുരോഹിതൻ്റെ അവിടെയുള്ള പ്രത്യേകമായ റോളും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ആ റോളിനെ പറ്റി പിതാവ് സൂചിപ്പിച്ചല്ലോ. ഈ അനുരഞ്ജന കുദാശയിൽ ഈ വൈദികൻ്റെ റോളിനെ പറ്റി ഒന്നുകൂടെ വിശദീകരിച്ചു, അതിൻ്റെ വ്യത്യസ്തമായ മാനങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കുദാശയിൽ വൈദികൻ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടത്തിലെ സന്നിഹിതനായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രതിനിധി എന്ന് പറയുമ്പോൾ എല്ലാവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക്, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ക്ഷണിക്കുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവവും സഭയുടെ ഉത്തരവാദിത്വവും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ,
പാപിയെ സ്നേഹിക്കുകയും പാപത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന അനേകം പാപികളെ യേശു വളരെ ആർദ്രതയോടുകൂടി ദൈവത്തിൻ്റെ മകളായിട്ട് സ്വീകരിക്കുകയും എന്നാൽ അവരുടെ പാപത്തെ യേശു ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കുമ്പസാരക്കൂടിലിരിക്കുന്ന പുരോഹിതൻ യേശുവിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ മനോഭാവം ഇതാണ്: പാപിയെ സ്വാഗതം ചെയ്യുകയും പാപത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇവിടെ പുരോഹിതന് 2 ധർമ്മങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഇതിനെ വസ്തുനിഷ്ഠമായും വ്യക്തിനിഷ്ഠമായും വിവേചിച്ചറിയുക എന്നതാണ്. ഒരു അനുതാപി വന്ന് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വസ്തുനിഷ്ഠമായി സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായിട്ട്, യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വിവേചിച്ചറിയുകയാണ് ഒന്നാമത്തെ ഘടകം. വസ്തുനിഷ്ഠമായിട്ട് അത് മനസ്സിലാക്കണം, ഈ അനുതാപിയിൽ എന്താണ് വന്നിരിക്കുന്ന കുറവ് എന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കുറവ് വന്ന അനുതാപി കുമ്പസാരക്കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു മകനായിട്ടോ അല്ലെങ്കിൽ മകളായിട്ടോ ആണ് നിൽക്കുന്നത്. അദ്ദേഹത്തോട് യേശു ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും അറിയിക്കുന്ന വചനങ്ങളായിരിക്കണം ഈ പുരോഹിതന് വരേണ്ടത്. അതാണ് വസ്തുനിഷ്ഠമായിട്ട്. ഇപ്പം പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാനസികമായ സംഘർഷങ്ങൾ, അപകർഷബോധം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട അനുഭവമൊക്കെ ഉള്ളപ്പോൾ അവിടെ നിൽക്കുന്നത് ഏറ്റവും വലിയ കരുണ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അനുകമ്പ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവ് പുരോഹിതന് ആവശ്യമാണ്. ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ ഈ പുരോഹിതൻ ഈ അനുതാപിയോട് ഉള്ള 2 സമീപനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ സമീപനം ഒരു ജഡ്ജിൻ്റെ സമീപനമാണ്. എന്താണ് പോരായ്മ വന്നതെന്ന് സത്യസന്ധമായി വസ്തുനിഷ്ഠമായി വിവേചിച്ചറിയുക. ആ പോരായ്മയ്ക്ക് അദ്ദേഹത്തിന് നല്ല ഒരു ഉപദേശം കൊടുക്കുവാനായിട്ട് ഇടയാകുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു സുഹൃത്തായിട്ടാണ് നിൽക്കേണ്ടത്. എൻ്റെ തന്നെ ഒരു സഹോദരനാണ്, സഹോദരിയാണ്, ദൈവത്തിൻ്റെ ഒരു മകനാണ്, മകളവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതോ ചെറിയ പോരായ്മ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ദൈവത്താൽ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന കൃപയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നുള്ള ആ വലിയ വിശ്വാസത്തോടും കരുതലോടും കൂടി ഈ അനുതാപിക്ക് എന്താണ് ഉപദേശവും അനുഗ്രഹവും കൊടുക്കുവാനായിട്ടിടയാണ്. അപ്പോൾ ഈ പുരോഹിതൻ്റെ റോള് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് കുമ്പസാരത്തെ സംബന്ധിച്ച്. അനുതാപി വരുമ്പോൾ ആർദ്രമായ ഹൃദയത്തോടെ, അനുകമ്പയുള്ള ഹൃദയത്തോടെ, കരുണയുള്ള ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കുറവുകളെ പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് കുറവുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ തിരുത്തേണ്ടത്, അതിൻ്റെ കുറവുകൾ പരിഹരിക്കാനായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുക പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ്. അത് പ്രാർത്ഥനാപൂർവം യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ സത്യസന്ധമായും കൃപ നിറഞ്ഞ സാഹചര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈദികൻ്റെ റോളിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വൈദികൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ കുറവ്, മാനുഷികമായ കുറവുകൾ ഈ ഒരു കുദാശയുടെ പരികർമ്മത്തിന് എന്തെങ്കിലും തടസ്സമായിട്ടോ അതിൻ്റെ യോഗ്യതൻ്റെ ഫലദായകത്തെ ബാധിക്കുകയോ ചെയ്യാറുണ്ട്? അതായത് പുരോഹിതൻ ഏത് കുദാശ അനുഷ്ഠിച്ചാലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രതിനിധിയായിട്ടാണ് നിൽക്കുക. വ്യക്തിപരമായിട്ടുള്ള ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കൃപാദാനമല്ല നൽകുക. അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള കൃപ തന്നിലൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എത്തിച്ചു കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കൃപകൾ അതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, മാനുഷികമായി ചിന്തിച്ചാൽ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കൗദാശിക അനുഷ്ഠാനം യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് വരികിൽ തന്നെ അത് സ്വാധീനിക്കാതെ ദൈവത്തിൻ്റെ കൃപയായിട്ട് ആ വിശ്വാസിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനുഷികമായ കൃപകളും പോരായ്മകളും ഉള്ളവരായിരുന്നുവല്ലോ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ആ ശിഷ്യന്മാരുടെ കൃപകളും പോരായ്മകളും ഒക്കെ പല അവസരത്തിൽ യേശു പരിഹരിച്ചു എന്ന് വരികിൽ തന്നെ പിന്നീട് അവരുടെ അധികാരത്തെ സംബന്ധിച്ചും സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടാവുകയും അവർ പ്രാർത്ഥനയുടെ കുറവുണ്ടായിട്ട് യേശു വിശ്വാസിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം മാനുഷികമായ ചില കുറവുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ യേശുക്രിസ്തു നൽകിയ ഒരു കൃപയുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറവുകളെ സ്വാധീനിക്കാറില്ല. എങ്കിലും പരിശുദ്ധമായ ഒരു അവസ്ഥയിൽ, കൃപ നിറഞ്ഞ അവസ്ഥയിലായിരിക്കണം എല്ലാ പുരോഹിതരും ആചാര്യന്മാരും അത് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ കുമ്പസാരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അനുരഞ്ജന കുദാശ പരികർമ്മം ചെയ്യാനുള്ള അധികാരം വൈദികർക്കായിരുന്നോ സഭാ ആചാര്യന്മാർക്കായിരുന്നോ, പിതാക്കന്മാർ, അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ ഈ കുമ്പസാര കുദാശയുടെ, അനുരഞ്ജന കുദാശയുടെ ഇപ്പോഴത്തെ പൂർണ്ണ രൂപം വരുന്നവരെയും പല രീതിയിലുള്ള
എന്താണ് എവല്യൂഷൻസ് ഇതിനകത്ത് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഇത് എന്താണ് കുർബാനയ്ക്ക് മുമ്പ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരസ്യമായി പറഞ്ഞ് കുർബാന സ്വീകരിക്കായിരുന്നു. കുറേ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സാമൂഹികമായ മാനം വന്നപ്പോൾ ചില കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് ആ വ്യക്തിയുടെ തന്നെ സമൂഹ ജീവിതത്തിന് പ്രയാസകരമായി വരും. അതുകൊണ്ട് അത് രഹസ്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ രഹസ്യമായിട്ട് പറയുമ്പോൾ ആരോട് പറയണം എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് സഭാ തലവൻ മെത്രാൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുന്ന അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിനെ കുദാശയിലേക്ക് കൊണ്ടുവരിക. പിന്നെ മെത്രാന്മാർക്ക് എല്ലാ വലിയ ഒരു ക്രിസ്തീയ സമൂഹമായപ്പോൾ എല്ലായിടത്തും എപ്പോഴും സന്നിഹിതരാകുവാൻ ഇപ്പോഴത്തെ പോലെ സാധ്യമല്ല. അതുകൊണ്ട് മെത്രാന്മാരത് ഡെലഗേഷൻ പുരോഗതിരെ അഭിഷിക്തരായിട്ടുള്ള പുരോഗതിരെ ഏൽപ്പിക്കുകയും അവരിലൂടെ അത് പരികർമ്മം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ചെയ്യുന്ന അവസരത്തിലും അതിന് കുറച്ചുകൂടി സാമൂഹികമായ മാനം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജന കുദാശയ്ക്കകത്ത് പ്രത്യേകമായ ക്രമമുണ്ടാക്കി ദേവാലയത്തിൽ വന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് അവർ പിന്നീട് വ്യക്തിപരമായ കുമ്പസാരത്തിന് പോകുന്ന അനുഭവമാണ് നൽകുന്നത്. വൈദികർക്ക് മോചിക്കാൻ പറ്റാത്ത പാപങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ചില പാപങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സഭ നൽകിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് വൈദികർക്ക് മോചിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചോദിച്ചാൽ ഈ വൈദികരുടെ അവകാശങ്ങളെല്ലാം കൈവപ്പ് വഴിയായിട്ട് മെത്രാനിൽ നിന്നും മെത്രാന്മാർ ഇത് കൈവപ്പ് വഴിയായിട്ട് സഭയിൽ നിന്നും മേലധികാരങ്ങളും സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാപങ്ങൾ മോചിക്കുന്നത് സഭയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരത്തോടു കൂടിയാണ്. അപ്പോൾ സഭ അധികാരം കൊടുക്കാതെ പുരോഗതിന് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹത്തിലെ സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രയാസങ്ങൾ വരുത്തുന്ന ചില കാര്യങ്ങൾ സഭ വൈദികർക്ക് കൊടുത്തിട്ടില്ല. മെത്രാന്മാർക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. മെത്രാന്മാർക്ക് ഇല്ലാത്ത ചില അധികാരങ്ങൾ മാർപ്പാപ്പ അദ്ദേഹത്തിനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. അനുരഞ്ജന കുദാശ സംബന്ധിച്ച നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അനുരഞ്ജന കുദാശയിലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വൈദികൻ്റെ റോളിൻ്റെ വിവിധ മാനങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ചർച്ച തുടരുകയാണ്. ഇന്ന് നമ്മോട് അനുരഞ്ജന കുദാശയുടെ ചരിത്രപരമായ ബൈബിൾ പരമായ മാനങ്ങളെപ്പറ്റി വളരെ കാര്യമായി വളരെ പാണ്ഡിത്യത്തോടുകൂടി സംസാരിച്ച അഭിമന്യ പിതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു.